Hello guys, thanks for checking back on my channel, Mr. Chef. ഇന്ന് നമ്മളുടെ ചാനലിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു അടിപൊളി സീ ഫുഡിന്റെ റെസിപ്പിയാണ്. നമ്മളുടെ കുറെ വ്യൂവേഴ്സ് നല്ല സീ ഫുഡിന്റെ റെസിപ്പികൾ ഇടാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് കുറെ റിക്വസ്റ്റ് അയച്ചിരുന്നു. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് നല്ലൊരു സീ ഫുഡ് റെസിപ്പിയാണ്, ചെമ്മീൻ റോസ്റ്റ്. നമ്മൾ മലയാളികൾക്കെല്ലാം വളരെയധികം ഇഷ്ടമുള്ളൊരു ഐറ്റമാണ് സീ ഫുഡില് ഷ്രിമ്പ്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ ചെമ്മീൻ. അപ്പൊ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നതും നല്ലൊരു ചെമ്മീൻ ഡിഷാണ്. നല്ല അടിപൊളി ഫ്ലേവറിലുള്ള ഒരു ഡിഷാണ്. അപ്പൊ നമുക്ക് ഈ ഡിഷ് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞ മാതിരി ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് ഷാർപ്പ് നൈഫ്. ആദ്യം അതിന് നമുക്ക് ഷ്രിമ്പ് എങ്ങനെ ക്ലീൻ ചെയ്യാൻ നമുക്ക് നോക്കാം. ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് ആദ്യമായി തന്നെ ഇതിന്റെ തല പറിച്ചെടുത്തതിന് ശേഷം ഇതിന്റെ ഷെല്ല് നമുക്ക് പതുക്കെ കൈകൊണ്ട് വിടർത്തിയെടുക്കാം. ഡിവൈൻ ചെയ്യാനായിട്ട് നല്ല ഷാർപ്പായിട്ടുള്ള ഒരു നൈഫ് ഇതിന്റെ പുറം വഴി നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഉള്ളിലത്തെ വെയിന് നൈഫ് കൊണ്ട് പതുക്കെ പൊക്കി നമുക്ക് കൈകൊണ്ട് എടുത്ത് റിമൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു ഹാൻഡ് ബ്ലെൻഡറിന്റെ ജാറോ ഇല്ലാന്നുണ്ടെങ്കിൽ മിക്സിയുടെ ജാറോ എടുത്ത് ഇതിലേക്ക് 100 ഗ്രാം കുഞ്ഞുള്ളി, 30 ഗ്രാം വെളുത്തുള്ളി, 30 ഗ്രാം ജിഞ്ചർ, ഒരു പകുതി ടൊമാറ്റോ, 3 ഗ്രീൻ ചില്ലി, 2 ഇതള് കറിവേപ്പില, നല്ല നീരുള്ള ഒരു ലെമൺ ജ്യൂസും ഇതിലേക്ക് പിഴിഞ്ഞൊഴിക്കാം. 1.5 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ, 3/4 ടേബിൾ സ്പൂൺ കുരുമുളക്, 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, 1/2 കപ്പ് കോക്കനട്ട് മിൽക്കും ഒഴിച്ച് നമുക്കിത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. അടുത്ത സ്റ്റൗ ഓണാക്കി അതിലേക്ക് ഒരു നോൺ സ്റ്റിക്ക് പാൻ വെച്ച് പാൻ ചൂടായതിനു ശേഷം ഒരു 1.5 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം. ഓയിൽ ചൂടായതിനു ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിയതിന് ശേഷം 3 ഇതള് കറിവേപ്പില ഇതിലേക്ക് ഇടാം. അതിനുശേഷം കട്ട് ചെയ്തെടുത്ത് വെച്ചിരിക്കുന്ന മീഡിയം സൈസിലുള്ള 2 ഒനിയൻ ഇതിലേക്ക് ഇട്ട് 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ നമുക്കിടാം. നമുക്കിത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാം. ഒനിയൻ ഒരു പകുതി കുക്കായി കഴിയുമ്പോൾ ചെറുതായി കട്ട് ചെയ്തെടുത്ത ഒരു ടൊമാറ്റോ നമുക്ക് ഇതിലേക്ക് ഇടാം. ടൊമാറ്റോ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. നമ്മളുടെ ഒനിയൻ ടൊമാറ്റോ നന്നായി കുക്കായതിനു ശേഷം നമുക്ക് മസാല ഒരു സൈഡിലേക്ക് മാറ്റി 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് അരച്ചു വെച്ച മസാല ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്ക് മസാല നന്നായി മിക്സ് ആയതിനു ശേഷം ക്ലീൻ ചെയ്ത് വെച്ച ഷ്രിമ്പ് ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ബ്ലെൻഡറിന്റെ ജാറിലേക്ക് 1/4 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ലിഡ് വെച്ച് 5 മിനിറ്റ് നേരം നമുക്കിന്ന് ഹൈ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കാം. നമ്മളുടെ ചെമ്മീൻ ഇവിടെ നല്ല രീതിയിൽ വെന്ത് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടറിയാം നമ്മൾ ഒഴിച്ച ഓയിലൊക്കെ നന്നായിട്ട് തിളച്ച് മുകളിൽ വന്നിട്ടുണ്ട്. അടുത്തതായിട്ട് ഒരു അരമുറി നാരങ്ങയും 2 ഇതള് കറിവേപ്പിലയും കുറച്ച് കോക്കനട്ട് ഓയിലും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ഷ്രിംപ് കറി ഇവിടെ റെഡിയായി. അടുത്തതായി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഗാർണിഷ് ചെയ്യാനായിട്ട് കട്ട് ചെയ്തെടുത്ത ലെമണും ടൊമാറ്റോയും വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷ്രിംപ് റോസ്റ്റ് ഇവിടെ റെഡിയായി. ഗൈസ്, അടുത്തായിട്ട് നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഗായ്സ്, നമ്മളുടെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ അടുത്ത പ്രാവശ്യം ഷ്രിമ്പ് മേടിക്കുമ്പോൾ ഈ രീതിയിലൊന്ന് കുക്ക് ചെയ്ത് നോക്കാം. ഇത് നല്ലൊരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും എന്നുള്ളത് ഞാൻ ഗ്യാരണ്ടി പറയുന്നു. അതുമാതിരി ഗായ്സ്, നമ്മളുടെ ഈ വീഡിയോയ്ക്ക് എല്ലാവരും ഒരു തംസ് അപ്പ് കൊടുക്കുക. അത് നമ്മളുടെ ചാനൽ ഗ്രോ ചെയ്യാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. സോ ഈറ്റ് ഗുഡ് ഫുഡ്, സ്റ്റേ ഹെൽത്തി, ആൻഡിൽ ഐ സീ യു വിത്ത് എ ഡിഫറെന്റ് വീഡിയോ. ബൈ.